ഒരു സെറ്റ് വർക്കൗട്ട് കഴിഞ്ഞ് അടുത്തൊരു സെറ്റ് അടിക്കുന്നതിന് മുന്നേ എത്ര നേരം നമ്മൾ റെസ്റ്റ് എടുക്കണം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ ഇപ്പൊ തന്നെ അത് പോയി കണ്ട് മാറ്റുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസ്റ്റ് മാത്രമല്ല, നിങ്ങൾ ലോഡ് ചെയ്യുന്ന വെയിറ്റും നിങ്ങൾ അടിക്കുന്ന റെപ്പറ്റീഷനും ഈ ഒരു കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് റെപ്പറ്റീഷനെ പറ്റിയിട്ടാണ്. മെയിൻ ആയിട്ട് 3 ടൈപ്പ് ആൾക്കാരാണ് ജിമ്മിന് വരുന്നത്. എൻഡ്യൂറൻസ് ബിൽഡ് ചെയ്യാൻ, ഹൈപ്പർട്രോഫി അതായത് മസിൽ ബിൽഡിംഗ്, പിന്നെ സ്ട്രെങ്ത് ആൻഡ് പവർ. ഇവർ ഓരോരും എടുക്കേണ്ട റെസ്റ്റിന്റെ ടൈം വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ റെപ്പറ്റീഷന്റെ കേസിലും എൻഡ്യൂറൻസ് ബിൽഡ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ ജിമ്മിന് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട റെപ്പറ്റീഷൻ 15 മുതൽ 20 ആണ് ഒരു സെറ്റിൽ. ആ ഒരു 15 മുതൽ 20ന്റെ ഉള്ളിൽ നിങ്ങൾ ടയർഡ് ആയിരിക്കണം. അതാണ് എൻഡ്യൂറൻസിന്റെ കേസിൽ വരുന്നത്. ഇനി അടുത്തതായിട്ട് ഹൈപ്പർട്രോഫി അതായത് മസിൽ ബിൽഡിംഗിന്റെ കേസിൽ നോക്കുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട റെപ്പറ്റീഷൻ 8 to 12 ആണ്. അതായത് ഓരോ സെറ്റിലും ഈ ഒരു 8 മുതൽ 12 റെപ്പിന്റെ ഉള്ളിൽ നിങ്ങൾ ഫെയിലിയർ ആയിരിക്കണം. എന്നാലേ ആ മസിൽ ബിൽഡിംഗ് എന്നുള്ള നിങ്ങളെ ഗോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ സ്ട്രെങ്ത്തും പവറാണ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു വെയിറ്റ് ലിഫ്റ്ററോ പവർ ലിഫ്റ്ററോ ആണെങ്കിൽ നിങ്ങളൊരു 3 മുതൽ 6 റെപ്സ് വരെ എടുത്താൽ മതി. അതന്നെ ധാരാളം. കാരണം നിങ്ങൾ ലോഡ് ചെയ്യുന്ന വെയിറ്റ് നിങ്ങൾ ആ ഒരു നമ്പർ ആകുമ്പോഴേക്കും നിങ്ങൾ ടയർഡ് ആവും. സോ നിങ്ങളുടെ ഗോളിന് 3 to 6 റെപ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള നിങ്ങൾ ജിമ്മിന് പോകുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഇപ്പൊ തന്നെ അയച്ചു കൊടുത്തേക്ക്. പിന്നെ റെപ്പറ്റീഷനും റെസ്റ്റും പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് നിങ്ങൾ ലോഡ് ചെയ്യുന്ന വെയിറ്റ്. അപ്പൊ ആ ഒരു വെയിറ്റ് എങ്ങനെ ലോഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. അതിനുവേണ്ടി ഞാൻ ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചേക്ക്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.